സംഭവം നടന്നിട്ടുണ്ടേ ദീനിലെ കാര്യങ്ങൾ പഠിക്കുവാൻ കൊതിക്കുന്ന നിനക്കിതാ കേൾക്കുവാൻ പറയുന്നേ ഒന്ന് കേൾക്കന്റെ കുഞ്ഞോനേ. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം പുണ്യങ്ങളേറെ നിറഞ്ഞൊരു മാസം. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം പുണ്യങ്ങളേറെ നിറഞ്ഞൊരു മാസം. മാനവരാശിയിലേറെ വിശേഷം ഉള്ളൊരു ഷഹറാണേ ഒന്ന് അറിയന്റെ കുഞ്ഞോനെ. പോരാ ലൈലത്തുൽ ഖദർ എന്ന ഒരു രാത്രി ഇതിലുണ്ട്, ആ കഥ അറിയേണേ മോനെ പോരിശ വലുതാണേ. ജബലുന്നൂർ എന്ന ഒരു മലയുണ്ട് മക്കത്ത്, ജനവാസമില്ലാത്തൊരു ഗുഹയുണ്ടാക്കുന്നത്ത്. ജബലുന്നൂർ എന്ന ഒരു മലയുണ്ട് മക്കത്ത്, ജനവാസമില്ലാത്തൊരു ഗുഹയുണ്ടാക്കുന്നത്ത്. ജയമുത്ത് റസൂലുള്ള അതിലെന്നും ചെന്നിട്ട് ജഗപാരി പാലകനെ വാഴ്ത്തി ഇരിക്കല് പതിവാണേ. ഭക്ഷണവുമായി മോനെ റസൂലിന്റെ സൗജത്ത് ആ മല കേറി ചെല്ലും മഹദി ഖദീജത്ത്. ഭക്ഷണവുമായി മോനെ റസൂലിന്റെ സൗജത്ത് ആ മല കേറി ചെല്ലും മഹദി ഖദീജത്ത്. ഇന്നും ആ മല കണ്ടാൽ പേടി തോന്നും നമ്മൾക്ക്, കേറുവൻ ഭയമാണ്. ആ മല കേറുമ്പോൾ അള്ളിപ്പിടിച്ചില്ല എങ്കിൽ താഴെ വീഴും എന്ന തരമാണേ. അതുമൊരു അത്ഭുത കഥയാണേ. ജബലുന്നൂർ എന്ന മലയിൽ ജിബ്രീൽ വന്നിട്ട് ജഗദ്ഗുരു റസൂലിനെ ആദാ കൂട്ടിപ്പിടിത്ത് ഇഖ്റ ബിസ്മി എന്ന ആയത്തോതി കൊടുത്ത് ഓർക്കന്റെ പൂമോനെ തങ്ങൾ നബിയായതന്നാണേ. ജിബ്രീൽ നബിയോരെ കൂട്ടിപ്പിടിച്ച സമയം തിരുനബി ആകെ വിറച്ചാനേ. നബിക്ക് പനിയും പിടിച്ചാനേ, നബിക്ക് പനിയും പിടിച്ചാനേ.
പഠിച്ചിടുന്നു നബിയോർക്ക് തടിയാകെ വിറച്ചിടുന്നു നബിയോർക്ക് തടിയാകെ വിറച്ചിടുന്നു ഖദീജ നബിയെ കണ്ട് വേഗം ഓടി ചെന്നത പിടിച്ചിടുന്നു ബീവിക്ക് കണ്ണീരൊഴുകിടുന്നു കഥ അറിയാതവരത വിഷമിക്കുന്നു കഥ അറിയാതവരത വിഷമിക്കുന്നു നബി തങ്ങള് ആ മലയിൽ നടന്ന കഥകളെല്ലാം കേട്ട് ഖദീജ ബി പറഞ്ഞു മുത്തേ നിങ്ങൾ അന്ത്യ റസൂലാണെന്നറിയോ സത്തേ നിങ്ങൾ അന്ത്യ റസൂലാണെന്നറിയോ സത്തേ മദ്രസ പഠിച്ചിടണം നല്ല അറിവുകൾ നേടി വളർന്നിടണം നാട്ടിനും വീട്ടിനും ഗുണമാകണം എൻ്റെ പൂവേ നീയൊരു മഹാനാകണം എൻ്റെ പൂവേ നീയൊരു മഹാനാകണം ലൈലത്തുൽ ഖദറിന്റെ പോരിശയേറെയുണ്ടേ ലൈലത്തുൽ ഖദറിന്റെ പോരിശയേറെയുണ്ടേ അറിയു കുഞ്ഞോനെ റഹ്മത്തിൻ മലക്കുകൾ ഭൂമിയിൽ പറന്ന് വരുന്ന നാളാണേ അറിയു കുഞ്ഞോനെ റഹ്മത്തിൻ മലക്കുകൾ ഭൂമിയിൽ പറന്ന് വരുന്ന നാളാണേ
അവർക്ക് ഭക്ഷണവും ബജറ്റും തയ്യാറാക്കുന്ന രാവാണേ. ആ സൃഷ്ടികൾ തോനെ അവർക്ക് ഭക്ഷണവും ബജറ്റും തയ്യാറാക്കുന്ന രാവാണേ. പ്രഭാതം വരെയും നമുക്ക് പടച്ചനാഥൻ ഒരുക്കി വച്ച അനുഗ്രഹമറിയൂ. നമുക്ക് 1000 മാസത്തെ കൂലി കിട്ടുന്ന പോരിശരാത്രി. മോനെ റമദാൻ 17 ബദറെന്നുള്ളൊരു ദിനമെന്നുണ്ട്, ഏറെ മഹത്വം പറയാനുണ്ട്. മോനെ റമദാൻ 17 ബദറെന്നുള്ളൊരു ദിനമെന്നുണ്ട്, ഏറെ മഹത്വം പറയാനുണ്ട്. മലക്കുകൾ പാടവെട്ടാൻ അണഞ്ഞതും 17 അതിൽ അണഞ്ഞതെന്ന സത്യം ജയിച്ചതെന്ന. റമളാനിലാണ് ബദർ പട കനിമോനെ, ഷഹ്റതും 17 എന്നറിയൂ തേനി. മുത്ത് റസൂലുള്ള യുദ്ധത്തിനെ മോഹിച്ചില്ല, ആറ്റലാം സ്വഹബാക്കളും ആ ഭാഗം ചിന്തിച്ചില്ല. കിടന്ന് കൊണ്ട് മുത്ത് റസൂലുള്ള പാവമാം സ്വഹാബത്തും അവർക്കൊരു ഗതിയില്ല. രാത്രിയിൽ അത്താഴമില്ല, നോമ്പ് തുറക്കാനൊന്നുമില്ല, പട്ടിണിയല്ലാതെയില്ല, പാവങ്ങൾക്കൊരു മാർഗമില്ല. ധനമതെല്ലാം മോനെ അവർ ധർമ്മം ചെയ്തവരാണേ, ധനമതെല്ലാം മോനെ അവർ ധർമ്മം ചെയ്തവരാണേ. സങ്കടം തോന്നുന്നു
എന്തിനും തയ്യാറെടുത്ത് ആറ്റലും സഹബും അടുത്ത് ബദറിലെ കണയുന്നേ പടവാളുകൾ കരയുന്നേ ബദറിലെ കണയുന്നേ പടവാളുകൾ കരയുന്നേ കൂത്താടുന്നേ പരിഹാസവാക്കുകൾ ചൊരിയുന്നേ അവർ അഹങ്കാരം മൂത്ത് കൊണ്ടാടുന്നേ മദ്യം മോന്തിക്കൊണ്ടാട്ടം പാട്ടുകളും മണിക്കൂട്ടമൊന്നാകെ ചാട്ടങ്ങളും മതമിളകിക്കൊണ്ടാന കൂട്ടങ്ങളും ചാടി പറയുന്നു ധീരവാക്കുകളും ിന്റെ ധ്വനിയുയർന്നേ മുന്നിൽ അണിയണിയായി ചേർന്നിടുന്നേ ഇരുവശം ഇരു കൂട്ടരും നിരന്നേ പട പൊരുതിടുവാനൊരുങ്ങുന്നേ ശത്രുപക്ഷത്തിന് ചെയ്പത്തിറങ്ങി പടയും തുടർന്നാനേ ഉടനെ ഹംസത്തുൽ കറാറ് പുലി പോലെ ചാടി അവനെ പിടിത്താനേ മാറി അവൻ ചാടി വെട്ടിയ വെട്ടുകൾ ചാടി തടുത്താനേ ഹംസത്ത് കേറി ചെയ്പത്തിന്റെ മാറിൽ പിടിത്ത് മലർത്തി അടിത്താനേ ചിരിശൈബത്തും അലറി അടർക്കളം ആകെ വിറച്ചാനേ ഹംസത്ത് വീരോടെ പോരടി പോർക്കളമാകെ കിടീലം കൊള്ളിച്ചാനേ ഇത് കണ്ടിറങ്ങുന്നു ഒരുവൻ കുഫറാണ ചതിയൻ വലുതാണേ അവന്റെ കഥയും പറഞ്ഞു തരാമല്ലോ നിന്നോട് കേൾക്കന്റെ പൂമോനെ ആ കഥ കേട്ടിടണം നീ ഉക്കും തണ്ടും ഉള്ളൊരു മേനി ഉള്ളവനാണ് വലീദറിയൂ നീ വാലീദന്ന് ആടർക്കളം ഇറങ്ങിയ സമയം തന്നെ വീരുറ്റ അലിപുലി ഹൈദറും ഇറങ്ങി പൊന്നേ ഇറങ്ങി പുലി അലി വലിതിനെ തൂക്കി പരുങ്ങുന്ന പകയനെ പിടിയിലൊതുക്കി പുലി അലി പമ്പരം പോലെ കറക്കി കറക്കിടെ അവനത അലറുന്നു ശരണം അയ്യോ കാനകപ്പു നബി മലർ മരുമകൻ കരത്തിൽ മെയ്യും പാറയുപ്പ ഒതിവരുന്നിത
സ്വഹാബി ഉശൻ ഉത്ബത്തിനെ പിടികൂടി അടർക്കളമൊന്നാകെ പൊടി പാറി പാറിയുടെ പടപൊരുതിടെ കൊടുമ കണ്ടേ പാട കണ്ട് പതിമക്ക ജബലുകൾ കിടീലം കൊണ്ടേ കണ്ട പുലി പോലെ സ്വഹബത്ത് കുതിച്ച് ആദാ ശത്രുപക്ഷത്തിന്റെ ഉള്ളം പിടച്ച് പടവെട്ടി ചോര കണ്ട് ആടർക്കള്ളം വീരച്ച് ഇര കണ്ട പുലി പോലെ സ്വഹബത്ത് കുതിച്ച് ആദാ ശത്രുപക്ഷത്തിന്റെ ഉള്ളം പിടച്ച് മാറി ഉബൈദത്തോ ചാടി ഉത്ബത്തിൽ കേറി പിടിച്ചു വാൾ വീശി ആരിഷത്തിൽ ഉള്ളിലൊതുക്കിയ ഹാല് വീരസഹാബത്തെല്ലാം ചേർന്ന് വീണ് പിടയുന്ന ഉബൈദത്തോര് വിഷമം ഉള്ളിലൊതുക്കിയ ഹാല് വീരസഹാബത്തെല്ലാം ചേർന്ന് ചേർന്നിട്ടെടുക്കുന്നു ആ പുണ്യപൂവിനെ മൂത്ത് റസൂലിന്റെ മുന്നിൽ കിടത്തുന്നേ എന്ന മധുവിൻ്റെ മേനിയൊന്നാകെയും ചോരായൊലിക്കുന്നേ അവരുടെ കാൽത്തുണ്ടം താഴെ കിടക്കുന്നേ ഇത് കണ്ട് ത്വാഹാറസൂലും കരയുന്നേ ഇല്ല ഉബൈദത്തിനെന്നാലും വിഷമം ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാനാണേ മോഹം വേദന താങ്ങാതെ കണ്ണ് കരയുന്നു സ്വർഗപ്പാതിയോർത്ത് കൽബ് ചിരിക്കുന്നു ഉബൈദോരേ കഥ വീണ്ടും കേൾക്കുന്ന മോഹം ദുനിയാവല്ലാഹിറം
സ്വർഗത്തിൽ പാറും ഫിർദൗസിൽ ശുഹദാക്കളെ കൂട്ടത്തിൽ. കേട്ട് പെയ്തോരേ ഉള്ളം കുളിർക്കുന്നേ, കൽവിൽ ആനന്ദ പൂ കിളികൾ പാറക്കുന്നേ, സ്നേഹക്കാരളിൽ വാദനം തിളങ്ങുന്നേ, സന്തോഷത്തോടെ നശീതയും പാടുന്നേ. وإن يقطعوا رجلي فإني مسلم وأرجو به عيشا من الله عاليا وألبسني الرحمن من فضل منه لباسا من الإسلام حتى المساوية. സാരം പറയാമേ, ദുനിയാവർക്കാശ ഇല്ല എന്നതാണ്. കാല് മുറിഞ്ഞതിൽ പ്രശ്നം അവർക്കില്ല, മരണപ്പെടുന്നതിൽ ഭയവും അവർക്കില്ല. ഇലാഹയുടെ വിധിയാണഞ്ഞ് ഉപേദത്തെന്നോർ പിരിഞ്ഞേ, ഇത് കണ്ടതാ റസൂലുള്ളയും സഹബകളും കരഞ്ഞേ. ബദർകാലത്തിൽ മണൽ തരികൾ ഇത് കണ്ടതാം വിതുമ്പി, ഇരു കണ്ണുകൾ കലങ്ങി. പറയൂ ബദറിലെത്ര സ്വഹാബത്തുകൾ ശഹീദായി, അറിഞ്ഞിടണം അവരെ എണ്ണം അധികമുണ്ടോ പറയാ. കനിത്തിൻ മോനെ 14 പേർ ശഹീദായല്ലോ ബദറിൽ, കണക്ക് പോലെ കൗലിലുണ്ട് അറിഞ്ഞിരിക്കൂ സബറിൽ. ബദറിലെത്ര അബൂജഹലിൻ അനുയായികൾ മരിച്ചു, അറിഞ്ഞിടണം അതുമെനിക്ക് പഠിച്ചിടാനാ കണക്ക്. അതിവമ്പന്മാർ അധികമുണ്ട്, അബൂജഹലും വലുത്, ഒരു വലിയ മരം കണക്കെ പുഴകി വീണു നിലത്ത്. താടിമാടന്മാർ
പറയാം നമുക്ക്. അതിന് തൗഫീഖിനായി കാത്തിരിക്കാം പൂമോനെ. രചന അബൂബക്കർ കുട്ടി മാട്ടത്ത്. ആലാപനം റംസി, സഫീർ ആൻഡ് നിസാമുദ്ദീൻ. സംവിധാനം കാതികൻ അബ്ദുൽ റസാഖ് അദളോ.